മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തു. അതുകൊണ്ട് വട്ടായി അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ സ്വന്തം ടീമിന്റെ കഴിവിൽ വിശ്വാസമില്ലാതെ തോൽക്കുമെന്ന് നേരത്തെ വിധി എഴുതിയവന്മാരൊക്കെ എവിടെ? എവിടാ? കണ്ണുകൾ തുറന്നു തന്നെ കാണൂ. ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ ആർത്തിരമ്പുകയാണ്. മോഹൻ ബഗാൻ എത്ര ശക്തരാണെങ്കിലും അവർ തോക്കും. ആഷിക്കും കുമ്മിൻസൊക്കെ ഇറങ്ങണ്ടിട്ടാ. എന്തിനവരെ മാത്രമാക്കുന്നു? ആ ബെഞ്ചിലുള്ള മുഴുവൻ പ്ലേയേഴ്സിനെയും ഇറക്കി വിടാൻ പറ. അവരടിച്ച് കരുത്തരായ മോഹൻ ബഗാനെ അവരുടെ മണ്ണിൽ ചെന്ന് സമാസമം പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിജയത്തിന് തുല്യാണ് അല്ലേ? അവരാണ് അടിച്ചത്. അതിനെന്താ, ഗോള് സൂപ്പർ അല്ലേ? സംഭവം എന്താ അറിയോ, മോഹൻ ബഗാൻ നല്ല സ്ട്രോങ് ടീമാണ്. നമ്മൾ നന്നായി കളിച്ചു. പക്ഷെ തോൽവി ഉറപ്പിച്ചുകൊണ്ട് തന്നെ കാണാനിരുന്ന ഈ ഒരു മത്സരം എവിടെയൊക്കെ ഒരു വിജയ പ്രതീക്ഷ തന്നപ്പോൾ കുറച്ചൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു. മത്സരം അവസാനിച്ചപ്പോൾ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ കിട്ടിയത് കൊണ്ട് അത്ര വലിയ ദുഃഖം ഉണ്ടായില്ല. ബട്ട് ദിസ് ഗെയിം അഗൈൻസ്റ്റ് മോഹൻ ബഗാൻ വാസ് ലിറ്റിൽ ഡിഫറെന്റ്. ഈ മത്സരശേഷം നമുക്ക് വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ആ സ്ക്വാഡിനെ ഉപയോഗിക്കുന്ന രീതിയിലാണ് വലിയ പിഴവുകൾ സംഭവിക്കുന്നത്. 5-4-1 എന്ന ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം കളിക്കാൻ ഇറങ്ങിയത്, അപ്രീഷിയേറ്റിംഗ് ദ ഡിഫറെന്റ് അപ്രോച്ച്. ആൻഡ് ആ ഒരു ലൈനപ്പിൽ സഹീഫിനെ പ്ലേസ് ചെയ്ത രീതി നല്ലതായിരുന്നു. പക്ഷെ കളിക്കുന്നവർ തമ്മിൽ ഒരു പ്ലാനും ഇല്ല. എല്ലാവരും മിസ്പാസുകളെയാണ് പരാമർശിക്കുന്നത്. പക്ഷെ ആ മിസ്പാസുകൾ വരാനുള്ള കാരണം ഒരു മൂവ്മെന്റിനും കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഇല്ലായിരുന്നു എന്നത് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാൻ തന്നെ ഒന്നുമില്ല. ഓരോരുത്തരും ഇഷ്ടം പോലെ കളിക്കുന്നു. പക്ഷെ രണ്ടാം പകുതിയിൽ ഈ ടീമിന് ഒരു ഹീറ്റ് ഉണ്ടാവുകയും കളിയുടെ ഇന്റൻസിറ്റി വർദ്ധിക്കുകയൊക്കെ ചെയ്തു. അനദർ പോയിന്റ് ഈസ് ഹീസസ് ജിമിനസ് ഈ ഒരു മത്സരത്തിൽ വൺ മാൻ സ്ട്രൈക്കർ ആയിട്ടാണ് കളിച്ചത്. കളി കാണുന്നത് നമുക്ക് തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഹീസസ് ജിമിനസിന് ആ വൺ മാൻ സ്ട്രൈക്കർ റോൾ ആപ്റ്റ് അല്ല എന്നുള്ള കാര്യം. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം പന്ത് കിട്ടാൻ വേണ്ടി പുറകിലേക്കും വിങ്ങിലേക്കൊക്കെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഹീസസ് പുറകിലേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചില കൗണ്ടർ അറ്റാക്കുകൾ വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഹീസസ് ബോക്സിനകത്ത് അവൈലബിൾ ആവുന്നില്ല. ബട്ട് സ്റ്റിൽ ഹി മാനേജ് ടു സ്കോർ ആൻ അവേ ഗോൾ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരിക്കലും ഈ ഒരു പ്ലേസ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഹീസസ് ജിമിനസിന് സെക്കൻഡ് സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. പെപ്ര നല്ലൊരു ഓപ്ഷൻ ആണ്. പക്ഷെ ഫോറിൻ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അത് അത്രയും പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഇന്ത്യൻ സ്ട്രൈക്കറെ വിളിക്കാം, ഇഷാൻ പണ്ഡിത. പക്ഷെ ഇഷാൻ പണ്ഡിത സ്ക്വാഡിലില്ല. മച്ചൻ ഏതോ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരിക്കും. വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന പല താരങ്ങളെയും മാനേജ്മെന്റ് ഇങ്ങനെ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരൊക്കെ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഓക്കെ, ഈവൻ ദോ മുന്നേറ്റത്തിൽ അത്രയും സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ പോലും മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ സ്കോർ ചെയ്തു, ഒരു ലീഡ് വരെ എത്തി. ബട്ട് സ്റ്റിൽ നമ്മൾ തോറ്റു. ദ പ്രോബ്ലം ഈസ് ഓൾവേസ് ദ ഡിഫൻസ്. കൂടുതൽ ഗോളുകൾ വഴങ്ങുന്നത് ചെറിയ അശ്രദ്ധ കൊണ്ടും ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ടുമാണ്. ഇവിടെ ഡിഫൻസിന്റെ കേസിൽ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവർക്കില്ലേ. സ്വന്തം ബോക്സിനകത്ത് നിന്ന് ബോൾ പൊസിഷൻ കളയാതിരിക്കാൻ ഷോർട്ട് പാസ് കളിക്കുന്നു. ഇവിടെ എല്ലാ ഗോളുകൾക്കും ഗോൾ കീപ്പറെ കുറ്റം പറയാനും എല്ലാ ഗോളുകൾക്കും ഏതെങ്കിലും ഒരു ഡിഫൻഡറിനെ കുറ്റം പറയാനും സാധിക്കില്ല. മോഹൻ ബഗാന്റെ പവർഫുൾ ഷോട്ടുകൾക്കും ഇന്റൻസ് ആയിട്ടുള്ള അറ്റാക്കിന് മുമ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആടി ഉലഞ്ഞു. ഒബിയസ്ലി ലിസ്റ്റനെയും മൻവീറിനെയൊക്കെ മാർക്ക് ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു പരിധിവരെ വിജയിച്ചിരുന്നു. പക്ഷെ കളി കയ്യിന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ മോഹൻ ബഗാൻ 2 ഉരുപ്പടികളെ കളത്തിലേക്ക് വീണ്ടും ഇറക്കി വിട്ടു. അവര് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാനിൽ ഇല്ലായിരുന്നു തോന്നുന്നു. ആഷിഖ് കുരുണിയൻ ആൻഡ് ജേസൺ കമ്മിൻസ് അവിടെ നിൽക്കട്ടെ. ഇഞ്ചുറി ടൈം അടക്കം ഒരു 10-12 മിനിറ്റ് കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് ആവാൻ പറ്റുമോ നിങ്ങൾക്ക്? ആഷിഖ് കുരുണിയൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് പോയിന്റ് ആയിരുന്നു. കളിക്കാരെ മാറ്റുന്നതിൽ കളി മാറുന്നത് എങ്ങനെയാണെന്ന് മോഹൻ ബഗാൻ വ്യക്തമായി തന്നെ കാണിച്ചു തന്നു. ആൻഡ് വാട്ട് അബൌട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ? മത്സരത്തിന്റെ 87-ാം മിനിറ്റിലാണ് പെപ്രേനൊക്കെ കളത്തിലേക്ക് ഇറക്കുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിലേ എന്തിനായിരുന്നു? അതുവരെ കാണിച്ച ഇന്റൻസിറ്റി അവസാനം കെട്ടുപോയത് എവിടെയായിരുന്നു? ലാസ്റ്റ് മിനിറ്റുകളിൽ ഡിഫൻസീവ് ഗെയിമിലേക്ക് ഇറങ്ങി വന്നത് എന്തിനായിരുന്നു? പെപ്രയെ നേരത്തെ ഇറക്കാതിരുന്നത് എന്തായിരുന്നു? ബെഞ്ചിലുണ്ടായിരുന്ന പ്രബീർ, രാഹുൽ, കൊറു സിംഗ്, അസർ ഇവരെയൊന്നും കളത്തിലേക്ക് ഇറക്കാതിരുന്നത് എന്തായിരുന്നു? അവസാനം നിസ്സഹായമായ ഒരുപാട് ചോദ്യങ്ങൾ മാത്രം ബാക്കി. മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഈ കളിയെ വിലയിരുത്തിയത് ഗംഭീരമായിട്ട് തന്നെ ടീം കളിച്ചു എന്നതാണ്. പക്ഷെ കളി ജയിച്ചതും 3 പോയിന്റ് കൊണ്ടുപോയതും മോഹൻ ബഗാനാണ്. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെയും മോഹൻ ബഗാന്റെയും ഗോളുകളെ കുറിച്ചോ നമുക്ക് കിട്ടാതിരുന്ന പെനാൽറ്റിയെ കുറിച്ചൊന്നും കമന്റ്സ് ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അവസാനം ആൽബർട്ടോ റോഡ്രിഗോസ് അടിച്ച ഒരു ഷോട്ട് ഒരു ഡിഫ്ലക്ഷനിലൂടെ ആണെങ്കിൽ പോലും അബ്സല്യൂട്ട് ബ്യൂട്ടി ആയിരുന്നു ആ ഗോൾ. ബാക്കപ്പുകളുടെ കുറവുണ്ടെങ്കിലും മറ്റുള്ള ടീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഒരു ഡീസന്റ് സ്ക്വാഡ് തന്നെ ഉണ്ട്. എന്നിട്ടും ബ്ലാസ്റ്റേഴ്സ് മികച്ചു നിൽക്കാതെ വരുമ്പോൾ നമ്മൾ ആരെ പഴിക്കണം? കമന്റ് ബോക്സ് ഈസ് ഓൾ യുവേഴ്സ്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ.